വചനം തിരുവചനം മാനവരക്ഷാവചനം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ശംശിക നമ്മോട് പറയുന്നത് ദൈവവചനമാകുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്ന ഭവനങ്ങളായി തീരണമെന്നാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് ജീവിതത്തിൽ പലപ്പോഴും ധ്യാനത്തിന് പോകുന്നത്, ഏകദിന ധ്യാനങ്ങൾക്ക് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നത്. വണ്ടി നന്നായിട്ട് ഓടാണെങ്കിൽ പിന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവില്ല. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റുന്നത്. ചിലപ്പോൾ ചെറിയ കംപ്ലൈൻ്റ് ഒന്നും വന്നാൽ നമ്മൾ ഗവനിക്കില്ല. പിന്നെ കൂടുതൽ കംപ്ലൈൻറ്റ് വന്ന് വഴിയിലൊക്കെ ഒന്ന് കിടന്നു കഴിയുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടിച്ച് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ആ വാഹനം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. അത് നന്നാക്കാനായിട്ട് നമ്മൾ തയ്യാറാകുകയും ചെയ്യും. കാരണം ആ വണ്ടി പിന്നീട് ഓടാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയിൽ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഉത്തരം കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ പുഴയുടെ അക്കരയ്ക്കരയും ജീവിക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം. നമ്മൾ ഒരു പ്രാവശ്യം അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ അല്പം നേരം കഴിയുമ്പോൾ വേറൊരു വിളി തിരിച്ചു വരും. ഹല്ലേലൂയ. നമ്മൾ വിളിച്ച വിളി തന്നെയാണ് പ്രതിതന്നെയിരിക്കുന്നത്. അതായത് നമ്മൾ സ്വർഗത്തിലേക്ക് ഒരു വിളി വിളിച്ചാൽ അവിടുന്ന് വേറൊരു വിളി തിരിച്ചു വരും. ആ വിളി വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചകളും കോട്ടങ്ങളും വന്നിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പാപത്തിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുക. ഒന്ന്, പാപത്തിന് പരിഹാരം ചെയ്യുക, പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന നടത്തി പരിഹാരം ചെയ്യുക. രണ്ടാമത്തേത് പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത് സുവിശേഷ വേല ചെയ്യുക. അതുകൊണ്ടാണ് പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്നവർ വചനം കേട്ടുമേ അവർ പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വചനം പറയാൻ കൊടുക്കാൻ പോവുക. ഇറച്ചിയാൽബിൻ ആളുകളെ കൊല്ലുന്നവന് 60 ആളോടത്തോളം കൊന്നിട്ടുണ്ട്. അവനെന്ത് ചെയ്തു? വചനം കേട്ടു. അവന് മനസ്സിലായി, എനിക്ക് നിത്യജീവൻ വേണമെങ്കിൽ ഇതിന് പരിഹാരം ചെയ്തേ പറ്റൂ. അല്ലേ? അതുകൊണ്ട് അവനെന്ത് ചെയ്തു? അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനെ അവൻ നല്ല വസ്ത്രങ്ങളൊക്കെ മാറ്റി, മോടിയായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റി, കഴുത്തിൽ വലിയ ജപമാല ധരിച്ചു, കാവി വസ്ത്രം ധരിച്ച് അവൻ ഇന്ന് പോകുന്നത് കണ്ടാൽ ആരും അത്ര നോക്കില്ല. പക്ഷേ അവൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കരച്ചിൽ എങ്ങനെയായിരിക്കും വെച്ചാൽ, നമ്മുടെ വ്യക്തിബന്ധമായിട്ട് എത്രമാത്രം അടുപ്പമുണ്ടോ അത്രമാത്രം കരച്ചിലുണ്ടാവും. വ്യക്തിബന്ധങ്ങൾ കുറവാണെങ്കിൽ കരച്ചിൽ കുറവായിരിക്കും. ഒരു പക്ഷേ ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും രോഗം മൂലം മരിക്കുക അങ്ങനെയൊക്കെ ഇൻസിഡൻറ്റിൽ വന്ന് മരിക്കുമ്പോൾ ആ വീട്ടിൽ ശവടുപ്പിന് ചെന്നാൽ കരയാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും കരയും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കരച്ചിലുണ്ടായ പലർക്കും ആ കരച്ചിൽ പിന്നെ വരില്ല. പക്ഷേ ആ വ്യക്തിബന്ധമായിട്ട് ആ മരിച്ച വ്യക്തിയുമായിട്ടുള്ള ആ വലിയ ബന്ധമുള്ള ഒരു വ്യക്തിക്ക് അവൻ കരഞ്ഞില്ലെങ്കിലും അവൻ്റെ മനസ്സിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ വലിയൊരു ഭാരമുണ്ടാവും. കാരണം അവൻ്റെ സഹായകൻ നഷ്ടപ്പെട്ടു, അവൻ്റെ കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു, അവൻ ഏകാന്തമായിട്ട് മാറി. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു നാഥയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുടുംബത്തെ സഹായിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ സഹായം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ കുടുംബത്തിലുള്ളവരുടെ കരച്ചിലും പുറമേ നിന്ന് വരുന്നവരുടെ കരച്ചിലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാവും, വലിയ മാറ്റങ്ങളുണ്ടാവും. അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കരച്ചിൽ വരുന്നത്.
നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നേ, വീട്ടിൽ ആരെങ്കിലും ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കരയും. പക്ഷെ തൊട്ടടുത്ത വീട്ടിൽ ഇതിനേക്കാളും വലിയ മദ്യപാനിയുണ്ട്, മദ്യപാനി. നമ്മൾ കരയോ? കരയില്ല. നമ്മുടെ വീട്ടിൽ പിള്ളേർക്ക് വേണ്ടി നമ്മൾ കരയാൻ തയ്യാറാണ്. തൊട്ടടുത്ത വീട്ടിൽ പഠിക്കാത്തൊരു മകന് വേണ്ടി അല്ലെങ്കിൽ തോന്നിവാസമായിട്ട് ജീവിക്കുന്ന മയക്കുമരുന്നിന് അടിമകളായ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത്ര ഇഷ്ടപ്പെടില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ വലിയ തീഷ്ണതയും വലിയ നമുക്ക് വലിയ ആഗ്രഹവുമുണ്ട്. പക്ഷെ പ്രാർത്ഥനയെക്കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: നിൻ്റെ വീട്ടിലെ നിൻ്റെ സഹോദരനോ സഹോദരിയോ, നിൻ്റെ വീട്ടിലെ അപ്പനോ അമ്മയോ വേർപെട്ട് പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ വലിയ നിലവിളിയുണ്ടല്ലോ, ആ കണ്ണുനീരുണ്ടല്ലോ, ആ കരച്ചിലുണ്ടല്ലോ, അതേപോലത്തെ കരച്ചിൽ, അതേപോലത്തെ കണ്ണുനീരൊഴുക്കാനാണ് ദൈവം വചനത്തിൽ നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ വചനം അറിയാമോ? വചനം അറിയാമോ? നിങ്ങളൊക്കെ ഇടയ്ക്ക് വായിച്ചു പോയിട്ടുള്ള വചന, പക്ഷെ നിങ്ങളെ അത് ആകർഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇന്നലെ ജോബിൻ്റെ പുസ്തകത്തിലെ വചനം പറയുമ്പോൾ പലരും എഴുതിയെടുത്തു. കാരണം എന്താ? ആയുസ്സെത്താതെ കാലകരണപ്പെട്ടു. 1-ാം പ്രമാണം ചെയ്താൽ എന്താ? ആയുസ്സെത്താതെ അവൻ നമ്മുടെ ജീവനെ സൗകര്യം. അവിടെ പ്രത്യേക ഒരു വാക്കാണ് ബൈബിള്. ഇവിടെ പറയുന്നത് പറയാണ്, സങ്കീർത്തന പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, നിൻ്റെ സഹോദരനെയോ സഹോദരിയെ ഓർത്ത് നീ നിലവിളിക്കുന്നത് പോലെ നിൻ്റെ അമ്മയെ ഓർത്ത്, അല്ലേ, വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തല കുനിച്ച് നടന്നു. എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു. 35 സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ കണ്ടോ, സഹോദരനെയോ സുഹൃത്തിനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ. ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വേർപാട് വരുമ്പോഴാണ് ഞാൻ ദുഃഖിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരനത്തിൽ സന്തോഷം വരുമ്പോൾ ദുഃഖിക്കില്ലല്ലോ, സഹോദരന് വല്ല ആനന്ദം വരുമ്പോൾ സ്തുതിക്കില്ലല്ലോ, സഹോദരൻ്റെ ഒരു ജീവിത അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ ദുഃഖിക്കില്ല. ദുഃഖിക്കുന്നത് എപ്പോഴാണ്? ആ സഹോദരന് വലിയൊരു വീഴ്ച വരുമ്പോൾ, വലിയൊരു കോട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ സഹോദര്യത്തിൽ നിന്നും വേർപെട്ടു എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവനെ ഓർത്ത് വലിയൊരു ദുഃഖം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥന എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവമായ കർത്താവ് പറയും. തുടർന്ന് പറയുന്ന പ്രകാരമാണ്, അമ്മയെ പോലെ, അല്ലേ, അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ. അമ്മയെ ഓർത്ത് വിലപിക്കുക എന്ന് പറഞ്ഞാൽ, അമ്മ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിലെ ജീവിതത്തിൻ്റെ ഉടമയ്ക്കും മക്കൾക്ക് എപ്പോഴും എന്തുണ്ടെന്ന് വെച്ചാൽ, മറ്റുള്ള വീട്ടിലെ ഈ അമ്മയെ കാണുമ്പോൾ, കാരണം ഒരു കുടുംബത്തെ പരിപാലിക്കുന്നത്, നയിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് അമ്മയാണ്. അമ്മ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ കുടുംബത്തെ ഭദ്രമായിട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത്, സ്ത്രീകൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിലും സുഭാഷികൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, പുലക്കാലം എഴുന്നേറ്റ് ജോലിക്കാർക്ക് ജോലി കൊടുത്തതിന് ശേഷം കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ ഭർത്താവിന് വലിയൊരു അനുഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ സ്വർണം പോലെയാണ്, തങ്കം പോലെയാണെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് അമ്മയെ ഓർത്ത് വിലപിക്കുക എന്ന് പറഞ്ഞാൽ, അമ്മ മരിച്ച ദിവസത്തിൽ മാത്രമല്ല വിലപിക്കുന്നത്, അമ്മയെ ഓർക്കുന്ന എന്നൊക്കെയുണ്ട് അന്നൊക്കെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നത്, പുറപ്പെടുന്നത് വലിയൊരു നിലവിളിയാണ്, വലിയൊരു സങ്കടമാണ്. അതുകൊണ്ടാണ് അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ ആയിരിക്കണം നിൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. നിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ചാൽ, നിൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു, നിൻ്റെ കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു, നിൻ്റെ അമ്മ സഹോദരൻ നഷ്ടപ്പെട്ടാലും കൂട്ടുകാരൻ നഷ്ടപ്പെട്ടാലും നമുക്ക് അത്രയും നിലവിളി ഉണ്ടാകില്ല. നിലവിളി, സങ്കടം ഓർക്കുമ്പോൾ ദുഃഖം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുമ്പോഴാണ് മക്കൾക്ക് മാതാപിതാക്കന്മാരുടെ ആ സ്നേഹം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ,
ഇതേപോലെ പ്രാർത്ഥിക്കണം. എന്നാൽ കരയുന്നത് പോലെ, കുടുംബാംഗം നഷ്ടപ്പെട്ട് കരയുന്നത് പോലെ നിങ്ങൾ കരയണം. അല്ലെങ്കിൽ ഒരച്ഛൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ബിനോച്ചന്, രണ്ടാൾ ഒരാളേക്കും ഭേദമാണ്. പ്രാർത്ഥിക്കുന്ന രണ്ടാളാണെങ്കിൽ ഒരാളേക്കും ഭേദം, പ്രാർത്ഥിക്കാത്ത രണ്ടാളാണെങ്കിൽ രണ്ടാളേക്കും ഭേദം ഒരാളാണ്. കാരണം എന്താ, ഒരാൾക്ക് വർത്തമാനം പറയണമെങ്കിൽ വേറൊരാൾ വേണം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന് കൂട്ടുകെട്ട. മുപ്പിരിക്കയറിനെ കുറിച്ച് പറയാറുണ്ട്. മുപ്പിരിക്കയർ എന്ന് പറഞ്ഞാൽ ഒരു ഇതുള്ളെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടുപോകും. പക്ഷേ മുപ്പിരിക്കയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കയറുകളാണെങ്കിൽ പൊട്ടില്ല. അതുപോലെ പ്രാർത്ഥന എത്രമാത്രം ഉയർത്തുന്നുണ്ടോ അത് വലിയ കൃപയാണ്. ഞാനൊരു സ്ഥലത്ത്, ഞാനിവിടെ നിന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ വണ്ടി കയറി, വൈദികൻ. ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ ഒരു റിലേറ്റീവ് സിസ്റ്റർ ഇവിടെയുണ്ട്, നമുക്ക് അവരെ കാണാമെന്ന് പറഞ്ഞു. ഒരു പുതിയ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ രൂപത അധ്യക്ഷൻ്റെ പിൻബലത്തിലാണ് കോൺഗ്രിഗേഷൻ. ഒരു ബോംബെയിലുള്ളവരായിരുന്നു, ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നു. ഇവിടെ അവർ 4-5 ആളെ കണ്ടുള്ളൂ. അപ്പോൾ അവിടെ അന്ന് അച്ഛൻ പറഞ്ഞു കാണാമെന്ന് പറഞ്ഞു. ഒരു വിശേഷപ്പെട്ട ദിവസമാണ്, നമ്മുടെ ഒരു തിരുനാളിൻ്റെ ദിവസമാണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ അവധി ആയിരിക്കും. എന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആരെയും കാണുന്ന രീതിയില്ല. എനിക്കിഷ്ടപ്പെട്ടു. അച്ഛനോട് പറഞ്ഞത്, ബന്ധുവിനെ കാണാൻ ചെന്നതാണ്, വലിയ ആകാംക്ഷയോടെ ചെന്ന്. ഞങ്ങളുടെ രീതി ഇതാണ്, ഞങ്ങൾ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് 1 മണി വരെ പ്രാർത്ഥിക്കും. 1 മണി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയൊരു ടൗണാണ്. എൻ്റെ തൊട്ടടുത്ത് ഒരു 10 കിലോമീറ്റർ അകലെ വലിയൊരു ടൗണാണ്, തൃശ്ശൂർ ഭാഗമാണ്. ആ തൃശ്ശൂർ ഭാഗത്തുള്ള കുടുംബാംഗങ്ങൾ വരും, ഈ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വരും. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവർക്ക് വേറൊരു സ്ഥാപനമില്ല, വരുമാനം മാർഗം വേറൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ കുടുംബാംഗങ്ങൾ വരുമ്പോൾ അവരെ സ്പിരിച്വൽ ഷെയറിങ് നടത്തും. സ്പിരിച്വൽ ഷെയറിങ് നടത്തുമ്പോൾ അവർക്ക് ആത്മീയ മേഖലയിൽ അവർ തുറന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ സിസ്റ്റേഴ്സിന് ജീവിക്കാനുള്ള സംഭാവന അവർ കൊടുത്തിട്ട് പോകും. അവർ ദൈവപരിപാലനം ആശ്രയിച്ച്. അതുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് ഇവിടെ ഈ ടൗണിൽ നിന്നും ആളുകൾ കാണാൻ വരും. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോയാൽ എന്തുണ്ടെന്ന് വെച്ചാൽ, ആ വരുന്നവർക്ക് സന്ദേശം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അല്ലേലിയ. വേറെ വല്ലവരാണ്, നമ്മളൊക്കെ ആണെങ്കിൽ കാത്തിരിക്കുക ആരെങ്കിലും കിട്ടാൻ വേണ്ടി. അച്ഛൻ ആ പോയ ഉറി തൂങ്ങിയ പോലെ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തിരിച്ചു പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു അച്ഛന്. കാരണം എന്താ, വിശേഷപ്പെട്ട ദിവസമാണ്, വീട്ടുകാരെ കാണാൻ ചെന്നതാണ്. വീട്ടുകാർ പറയാണ് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അല്ലേരിയ. ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നത് എന്നാണെന്ന് വെച്ചാൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ്. അപ്പോൾ ഇവരെ ബോംബെയിൽ നിന്ന് ഈ പിതാവ് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടൗണിലുള്ള ബിസിനസ്സുകാർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, ടൗണിലായിരിക്കും ഏറ്റവും കൂടുതൽ കുടുംബാംഗങ്ങൾ ഞെരുങ്ങി ജീവിക്കുന്നത്. അല്ലേരിയ. ഗ്രാമപ്രദേശത്താണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചക്കയോ മാങ്ങയോ തേങ്ങയോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികളും വെച്ച് ജീവിക്കാൻ പറ്റും. ടൗണിൽ എന്താണെന്ന് വെച്ചാൽ ഇട്ടാവട്ടത്തിൽ കിടക്കുന്നവരാണ്. 4 സെൻറ്റിൽ 5 സെൻറ്റിൽ 1 സെൻറ്റിൽ 1.5 സെൻറ്റിലൊക്കെയും കിടക്കുന്നത്. കഴിഞ്ഞ ഒരു കുടുംബം അവിടെ അവർക്ക് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ 1.5 സെൻറ്റിൽ അവർ 3 കുടുംബമാണ് ജീവിക്കുന്നത്. 1.5 സെൻറ്റിൽ 3 കുടുംബം കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുക. ക്രിസ്ത്യാനിയാണ്, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുക. പക്ഷേ ഗ്രാമപ്രദേശത്ത് അപ്പോൾ ഈ കുടുംബ പ്രശ്നങ്ങൾ കൂടുന്നത് ടൗണിലാണ്. അപ്പോൾ പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമാണ് 5 സിസ്റ്റർമാരെ എടുത്തിട്ട് ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചിട്ട്, ഒരു കോൺഗ്രിഗേഷൻ ഒരു പ്രത്യേക ഇത് ഹോളി അങ്ങനെ എന്തൊരു പരിശുദ്ധാത്മാവിന് എന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ഒരു വഴിയില്ല. ചിലപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ബിസിനസ്സുകാർക്കറിയാം, ബിസിനസ്സുകാർ സാധാരണ ബിസിനസ് പ്രോബ്ലം ആകുമ്പോൾ പോകുന്നത് പെരുങ്ങോട്ട് കാവിലേക്കാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പണിക്കന്മാരുടെ അടുത്തോ കണിയാന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജ്യോതിഷന്മാരുടെ അടുത്താണ്. ഈ ചന്ദ്രനഗറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ 2 വീട് കഴിഞ്ഞാൽ 3ാമത്തെ വീട് ജ്യോതിഷൻ്റെ വീട് അല്ലേ? 2 വീട് കഴിഞ്ഞാൽ 3ാമത്തെ വീട് ജ്യോതിഷനാണ്. അപ്പോൾ 2 വീട്ടുകാർക്ക് സുഖമാണ്, നമുക്ക് പറ്റിയ ആളവിടെ ഉണ്ട്. അപ്പോൾ ഈ ടൗണിലുള്ളവർ അന്ധവിശ്വാസത്തിലേക്ക് പോകാതിരിക്കാൻ, അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആ പിതാവിൻ്റെ വലിയൊരു തീരുമാനം. കാരണം നമുക്കറിയാം, ദാവീദിന്
സാമുവേൽ സന്ദേശം കൊടുത്തിരുന്നു, അല്ലേ? സാവൂളിന് കൊടുത്തിരുന്നു. സാവൂളിന് സന്ദേശം കിട്ടാൻ ഈ സാമുവേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സാമുവേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? എന്താ ചെയ്തത്? അതായത് അവൻ ആദ്യം നിരോധിച്ച മന്ത്രവാദികൾ നിരോധിച്ചു അവരെ ദേശത്തുനിന്ന് അതിലൊരാൾ പോയിട്ടുണ്ടായില്ല, ചേച്ചി പോയിട്ടുണ്ടായില്ല. അവൻ ദാവീദിനെ സാവൂളിനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഞാൻ തലയിൽ മുണ്ടിട്ടിട്ട് ഈ ജ്യോതിഷൻ്റെ 28 ചെന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അവൾ ചോദിച്ചു, നീ രാജാവല്ലേന്ന് ചോദിച്ചു. കാരണം എന്താ? രാജാവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ദേശത്ത് ഒരു മന്ത്രവാദിയും പാടില്ല. അപ്പോൾ സന്ദേശം കിട്ടാതെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സാമുവേലാണ് പ്രവാചകനാണ് മരിച്ചു. അപ്പോൾ ഇവൻ ബ്ലോക്ക് ചെയ്തത് തന്നെ ഇവൻ തുറന്നു, സന്ദേശം കിട്ടാതെ. അപ്പോൾ ദൈവജനം നശിക്കാതിരിക്കാൻ വേണ്ടി ഒരു രൂപതയുടെ അധ്യക്ഷൻ ചെയ്തൊരു കാര്യം ഇതാണ്: ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സന്യാസ സമൂഹത്തെ കൊണ്ടുവന്നു. എന്താണെന്ന് വെച്ചാൽ ജനത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ ഇപ്രകാരമാണ്, അവർ ഒരു ദൈവപരിപാലനയിൽ ആശ്രയിച്ചതുകൊണ്ട് അവർക്ക് വേണ്ട വിഭവങ്ങൾ ഇവർ കൊടുത്തിട്ടു. കാരണം എന്താ? പ്രശ്നപരിഹാരം ഇവർ കണ്ടുപിടിച്ചു, തന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി ഒരു ചേട്ടൻ ഇവിടെ ഒന്ന് പറഞ്ഞത് കയറിയാണ്, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോയാൽ 300 രൂപയുള്ള ഒരു ധ്യാനം കൂടെ ഒരാഴ്ച, അത് കൊടുത്തില്ലെങ്കിലും അച്ഛനോട് പറഞ്ഞ് തീർക്കാം. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞിങ്ങനെയാണ്, എൻ്റെ വീട്ടിലെന്തൊരു പ്രശ്നം വന്നു, ഈ കിണാവിൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന ചേട്ടനാ, അത് പ്രശ്നം കണ്ടുപിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇതിന് 30,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഒറ്റ ദിവസത്തെ പൂജയ്ക്ക് 30,000 രൂപ. അപ്പോൾ സഹോദരൻ, ഞാൻ ഇടയ്ക്ക് എല്ലാ കൊല്ലം ഒരു ധ്യാനം കൂടാൻ പോകും. കാശുണ്ടെങ്കിൽ 300 കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ പറയാം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഈ 30,000 കൊടുക്കുന്നതിനും ഭേദം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ച അവിടെ പോയി ഞാൻ വലിയ സ്വസ്ഥതയും സമാധാനമാണ്, വലിയ ശാന്തതയാണ്. കാരണം കർത്താവ് തന്നെ അവനോട് സംസാരിക്കും. ഇതാരാ സംസാരിക്കുന്നത്? ഇത് ഈ 30,000 കൊടുത്ത ഈ പൂജാരി ഈ മന്ത്രവാദി പറയുന്നത് ഇങ്ങനെ കേട്ട് സൂചിച്ചുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ജനം തേടുന്നത് ആരെയാണെന്ന് വെച്ചാൽ സന്ദേശം തേടുന്നവരെയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് ഭൂമിയിൽ കൊടുക്കുന്നവരെയാണ് തേടുന്നത്. നമുക്കറിയാം, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആരാണെന്ന് വെച്ചാൽ മറ്റേ ഏലിയ പ്രവാചകൻ അന്വേഷിച്ച് വരുന്ന അനേകരെ കാണുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ ദൈവത്തിൻ്റെ സന്ദേശം തേടുന്നത്, അല്ലെങ്കിൽ ആഭിചാര പ്രവൃത്തിയിൽ അങ്ങനെയൊന്നല്ല പോകുന്നത്. ഇത് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് പ്രാർത്ഥിക്കാതെ നമുക്കൊരു സന്ദേശം ദൈവം തരില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സന്ദേശം കർത്താവ് നൽകാനായിട്ട് ഇടവരുള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കണം എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസം കാണുന്നതും കേൾക്കുന്നതും നല്ലതാണ്. എനിക്കൊരു കുർബാന ഇഷ്ടപ്പെട്ടു. ആ കുർബാന എപ്പോൾ തുടങ്ങിയെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടായിരുന്നോ? 9 മണിക്ക് അങ്ങോട്ട് കുർബാനയാണ്. 9-10 മണിക്ക് കുർബാന തുടങ്ങി, തീർന്നത് 2 മണിക്കാണ്. ആളുകളുണ്ടാവും കുർബാനയ്ക്ക്. കേട്ടോ ആരെങ്കിലും? ഇല്ല. ഇന്നലെ മിനിങ്ങാന്ന് ശാലോമിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ വലിയ ഒരു പ്രശ്നം കേട്ടു അല്ലേ? പ്രശ്നം വന്ന സമയത്ത് അച്ഛനെന്തോ 2 മെസ്സേജല്ല, ഒരു ദിവസം തന്നെ 5000 ഭീഷണി കത്ത് ഇമെയിൽ അയച്ചു. 5300 അങ്ങോട്ട് ഭീഷണി ഇമെയിലിൽ വന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ അവിടെ കെട്ടിടം പണിതു കഴിഞ്ഞപ്പോൾ അത് അച്ഛൻ വിചാരിച്ചു അക്കൗണ്ട് ഓഫീസിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്ന് വിചാരിച്ചു. അക്കൗണ്ട് മേടിച്ചില്ല, ഈ മനുഷ്യൻ മേടിച്ചില്ല. ഇയാൾ പാവപ്പെട്ട മനുഷ്യൻ, അച്ഛൻ ധ്യാനം നടത്തിക്കോട്ടെ എന്ന്. അങ്ങനെ ഇയാൾ കടബാധ്യതയായിട്ട് ഈ പർച്ചേസ് ചെയ്ത കടയുടെ മുമ്പിലൂടെ പോവാതെ വേറെ വഴിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പണിക്കാരെന്നിട്ട് പറഞ്ഞു, അച്ഛൻ പൈസ കൊടുത്തു എന്ന് ചോദിച്ചു ഈ പണിക്കാരന്. അച്ഛൻ പറഞ്ഞു അതൊക്കെ കൊടുത്തു. അവസാനം ചെന്ന് ചോദിക്കുമ്പോഴാണ് ഈ പണിക്കാരന് എത്ര രൂപ കൊടുക്കാനെന്ന് 65 ലക്ഷം രൂപ. അച്ഛൻ അക്കൗണ്ട് എല്ലാം നോക്കിയപ്പോൾ എത്ര ലക്ഷം ഉണ്ടെന്ന് 5 ലക്ഷമുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു 5000 പരാതികളാണ്, കംപ്ലൈൻ്റാണ് എനിക്കെതിരെ വരുന്നത്. 5300. അത് 1 മണിക്കൂറോ അത് ഒരു ദിവസം കണ്ട. അപ്പോൾ ഇങ്ങനെ ആ കംപ്ലൈൻറ്റ് ചെയ്ത ആളെ അച്ഛനറിയില്ല. ഇമെയിലായതുകൊണ്ട് കണ്ടുപിടിക്കാൻ
പറ്റില്ല. അച്ഛൻ പറഞ്ഞു ഇതിനുള്ളൊരു പരിഹാരം ഒന്നുള്ളൂ, എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാന. നിങ്ങൾ ആരെങ്കിലും പോരുന്നുണ്ടെങ്കിൽ പോരെ, കുർബാനയ്ക്ക് പോരുന്നു, പക്ഷേ ആ കുർബാന എപ്പോൾ തുടങ്ങുമെന്നോ എപ്പോൾ തീരുമെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ്റെ 9 മണിക്ക് കുർബാനയ്ക്ക് കയറി കുർബാന തീർന്നത് 2 മണിക്കാണ്. 2 മണിക്ക് തീർന്ന് ഇറങ്ങുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ പരാതി എഴുതിയ മനുഷ്യൻ 12 മണിയായപ്പോൾ ഈ ആലയത്തിൽ വന്നു. അവനവിടെ ഇരിക്കാൻ പറ്റിയില്ല. അടുത്ത് പറയാണ്, അത് കുർബാനയ്ക്ക് വലിയ ശക്തിയാണ്, പ്രാർത്ഥനയ്ക്ക്. കുർബാന പ്രാർത്ഥനയാണ്, കർത്താവിൻ്റെ നെഞ്ചുരുകിയുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പം കുർബാന തീരുന്നിടത്താണ് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ടൗണിലുള്ളവരാണെങ്കിൽ സീറോ മലബാർ കുർബാന അല്പം നീണ്ടതാണ്, മലങ്കര കുർബാന അല്പം നീണ്ടതാണ്, ലാറ്റിനാണെങ്കിൽ അല്പം ഷോർട്ടാണ്. ലാറ്റിൻ ഷോർട്ടൊന്നുമില്ല, ലാറ്റിൻ പാട്ട് കുർബാന 1.5 മണിക്കൂറുണ്ട്. ഞങ്ങൾ മംഗലപ്പുഴ സെമിനാരിയിൽ കർമ്മലഗിരി ശരിയിൽ കുർബാന അർപ്പിച്ചിട്ടുള്ള. പക്ഷെ അതിനെ ഷോർട്ടാക്കണമെങ്കിൽ ഷോർട്ടാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുർബാനയുടെ ഇത് ഈ സീറോ മലബാർ സഭയുടെ കുർബാനയുടെ അത്രയുണ്ട്. മലങ്കര കുർബാന അതിൽ വ്യത്യസ്തമാണ്, കൂടുതലുണ്ട്. ഹല്ലേലൂയ. അച്ഛൻ രണ്ടാമത്തെ പറയുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ അച്ഛന് 65 ലക്ഷം രൂപ കടമുള്ളതുകൊണ്ട് കർത്താവിനോട് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു. കാരണം കർത്താവെ, എനിക്ക് മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ കടബാധ്യത ഒഴിവാക്കി. എന്തെന്ന് വെച്ചാൽ ഈ അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ട് 12 സമയത്ത് വേറൊരു കുടുംബാംഗങ്ങൾ കുർബാന ഇല്ലിക്കൊണ്ടിരിക്കുക. അവർക്ക് 2 ഭാര്യയും ഭർത്താവും ആരെ കണ്ടു എന്ന് വെച്ചാൽ ഈ ദാനിയേൽ അച്ഛൻ്റെ മുഖം കണ്ടു. എന്നിട്ട് അവർ വലിയൊരു വസ്തു ചെന്നൈയിൽ തമിഴ്നാട്ടിൽ വിറ്റതിൻ്റെ അതിൻ്റെ ദശാംശം അച്ഛന് കൊടുക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ അച്ഛൻ മൊബൈൽ നമ്പർ കൊടുത്തില്ല. അവർ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ്റെ ഒരു മൊബൈൽ നമ്പർ ചോദിക്കേണ്ട, കൊടുക്കണ്ടെന്ന്. കാരണം എന്താ, ഇവിടെ 5500 5300 ഇമെയിൽ പ്രോബ്ലമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി അതിൻ്റെ അപ്പുറത്ത് താകാൻ കഴിവില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിന് വേണ്ടിയല്ല അച്ഛൻ, അതിന് വേണ്ടിയല്ല. സിസ്റ്റർ പറഞ്ഞു അച്ഛനെ സഹായിക്കാൻ വേണ്ടിയാണ്, അന്ന് കൊടുത്തോളാൻ പറഞ്ഞു. കൊടുത്തപ്പോൾ എന്തായി, അച്ഛനോട് പറഞ്ഞു ഞങ്ങളൊരു ഒരു ഒരു സംഭാവന തന്ന അച്ഛൻ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ അച്ഛനോട് പറഞ്ഞു 65 ലക്ഷം രൂപയുണ്ട് അച്ഛാ. അതിന്ന് വീണ്ടും അത് യൂട്യൂബിൽ കയറ്റിയിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്തും ഷോർട്ട് കുർബാന ചെല്ലാറില്ല. ഹല്ലേലൂയ. ഷോർട്ട് കുർബാന ചെല്ലിയാൽ ചിലപ്പോൾ ദശാംശം കൂടുതൽ കിട്ടും. ഷോർട്ട് കുർബാന ചെല്ലിയാൽ ചിലപ്പോൾ സ്തോത്രക്കാഴ്ച കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ സഹോദരൻ അച്ഛൻ പറയായിരുന്നു കുർബാന നേർത്ത് തീർത്താൽ അന്ന് സ്തോത്രക്കാഴ്ച കൂടുതലാച്ച. കുർബാന വൈകി തീർത്താൽ എന്തുണ്ടെന്ന് വെച്ചാൽ കുർബാന കഴിഞ്ഞ് മുറിയിലിരിക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റ് വരും ഫോണിലൂടെ, ഇന്ന് ട്രെയിൻ കിട്ടിയില്ല, ഇന്ന് ബസ് കിട്ടിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ വേദനയും ദുഃഖവും അറിയുന്നവനാണ്. കാരണം എന്താ, ആ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അച്ഛന് ദൈവമല്ലാതെ മറ്റൊരാളുമില്ല, ഒരാളുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നുറുങ്ങിയവൻ, വേദനിക്കുന്നവൻ, കഷ്ടപ്പെടുന്നവൻ പ്രാർത്ഥിക്കുമ്പോഴും, നുറുങ്ങിയവൻ, വേദനിക്കുന്നവൻ, ബുദ്ധിമുട്ട് പിടിച്ചവൻ കുർബാന അർപ്പിക്കുമ്പോഴും ആ കുർബാനയിൽ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരാതെ ഇരിക്കില്ല. അവൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ദൈവം അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ പ്രകാരമാണ് നിങ്ങൾ പ്രാർത്ഥന. ഞാൻ എൻ്റെ മുറിയിൽ അധികം ആരെയും സ്വീകരിക്കാറില്ല. സ്വീകരിച്ച് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥന കളയും. കാരണം ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ട്രംപിനെ കുറിച്ച് സംസാരിക്കും. ട്രംപിനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ സകല ഡീറ്റെയിലും പറയും. മാർപ്പാപ്പ ഏതാണെന്ന് പോലും അവരറിയിട്ടില്ല. കാരണം സോഷ്യൽ മീഡിയ ഇങ്ങനെ പരത്തി വായിച്ചിട്ട് വരും. ഹല്ലേലൂയ. എൻ്റെ വണ്ടിയിൽ ഞാൻ ആരെയും കയറ്റാറില്ല. കയറ്റാത്തത് ഒരു സഹായം ചെയ്യാൻ കുഴപ്പമുള്ളത് കൊണ്ടല്ല, എനിക്ക് സഹായം ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന മുടക്കിക്കളയും. കിലോമീറ്റർ എത്ര, വയസ്സായ ചേട്ടന്മാർ ചോദിക്കും ഇതിനെത്ര കിലോമീറ്റർ കിട്ടുന്നത്, വയസ്സായ വണ്ടി മേടിക്കാൻ പാടാം. ഡ്രൈവിങ് അറിയില്ലാത്തവന് പോലും അതിൻ്റെ സിസ്റ്റം അറിയണം, എന്തെല്ലാം കാര്യം അറിയാം. അതുകൊണ്ട് ഞാൻ കയറ്റാത്തതിൻ്റെ കാരണം എനിക്കൊന്ന് കുറച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് പാട്ട് പാടാനും ഒക്കെ സാധിക്കുന്ന ആരും ഇല്ലാത്ത അവസ്ഥയിലാണ്. ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അതാ പറയുന്നത്, 2 ആൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നല്ലതാണ്. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ സകലത്ര ഡീറ്റെയിലും ചോദിച്ച് അത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടവരും എൻ്റെ പ്രാർത്ഥനയും കളയും, എൻ്റെ നാവിൻ്റെ അഭിഷേകവും പോവും. അല്ലെങ്കിൽ നാവാണ്
അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ 162 പേജിൽ, ഇത് നിങ്ങൾ വാങ്ങുന്നതല്ല, നല്ലൊരു സന്ദേശത്തിൻ്റെ, ഈ പുസ്തകം വിൽക്കുന്ന പുസ്തകമല്ല, ഇത് അവർ പ്രിൻ്റ് വിൽക്കാൻ വേണ്ടി അടിച്ചതാണ്. പക്ഷേ അവർക്ക് മാതാവ് പറഞ്ഞു വിൽക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് കോസ്റ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അയച്ചു തരുന്നത്. ഇതിൽ 162 പേജിൽ ഇന്ന് ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെയാണ് കാണുന്നത്. ഇതിൽ പ്രകാരം പറയാണ്, പ്രാർത്ഥന എങ്ങനെ പോകണം? പ്രാർത്ഥന എങ്ങനെ പോകണം? പ്രാർത്ഥന വെള്ളം പോലെയാണ്. വെള്ളം പോലെ. വെള്ളത്തിനെന്താ? നദിയിൽ ഉറങ്ങുന്ന വെള്ളത്തിന് അത് ഒഴുകി തുടങ്ങി കഴിഞ്ഞാൽ ആ വെള്ളം നിലച്ചാൽ പിന്നെ അത് വറ്റിപ്പോകും. ഹല്ലേലൂയ. നമുക്കറിയാം, പഞ്ചാബിൽ നിന്ന്, ജമ്മു കാശ്മീരിൽ നിന്ന് പാകിസ്ഥാന് വെള്ളം കൊടുക്കുമായിരുന്നു. ആ വെള്ളം കൊടുക്കുന്ന ഡാമുകളൊക്കെ അടച്ച സമയത്ത് എന്തുണ്ടായി? ആ നദിയുടെ അടിയിലുള്ള പാറ കാണാൻ പറ്റി, അല്ലേ? പാറ തന്നെ. പിന്നെ എന്ത് ചെയ്തു? ഇന്ത്യക്കാരെന്ത് ചെയ്തു? ഈ അടച്ച ഡാം പെട്ടെന്ന് അങ്ങ് തുറക്കുന്ന സമയത്ത് ഉണ്ടായി വെള്ളപ്പൊക്കം വന്നു. ഹല്ലേലൂയ, വെള്ളപ്പൊക്കം. അപ്പോൾ വെള്ളം ഒഴുകുന്നത് പോലെ ഇപ്രകാരം പറയാം, എൻ്റെ അടിമയായ കുഞ്ഞെ ഓർക്കുക, എന്നോടും എൻ്റെ മകനോടും ഒപ്പം ആയിരിക്കുന്നതിനേക്കാളും ആനന്ദം മറ്റൊന്നിനും നിനക്കില്ല. നമ്മളിവിടെ സോഷ്യൽ മീഡിയ വെച്ച് ആനന്ദം കണ്ടുകൊണ്ടിരിക്കുക, മൊബൈൽ വിളിച്ചിട്ട് ആനന്ദം കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് പറയുമ്പോൾ രാത്രി. എപ്പോഴാണ്? 9 മണി തൊട്ട് ഒരു 12, 1 മണി, 2 മണി വരെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും, രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പാപത്തിലേക്ക് പോകുന്നതും ഈ മൊബൈലിലൂടെയാണ്. രാത്രി. കാരണം ഇപ്പം എല്ലാ കുട്ടികൾക്കും ഓരോ മുറിയാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. പഴയ കാലത്ത് ഞങ്ങൾക്ക് ഒരു ഹോളിൽ തന്നെ 4-5 കിടക്കണമെങ്കിൽ കിടന്നോളാൻ പറയും, ഇല്ലെങ്കിൽ പുറത്തു. ഇപ്പോൾ പിള്ളേർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു മുറി വേണം. ഒരു ചേട്ടൻ എന്താ ചെയ്താനോ നല്ലൊരു വീട് പണിതു, ഒരു എൻജിനീയറാണ്, ഈ പാലക്കാട് ടൗണിലുള്ള പിള്ളേർ. അവൻ ബിടെക് പഠിക്കുക, കോയമ്പത്തൂർ ബിടെക് പഠിക്കുന്നവൻ. ഭക്ഷണം തയ്യാറായോണെന്ന് അമ്മേനെ വിളിക്കുന്നത് കിച്ചണിലേക്ക് മൊബൈലിലൂടെ വിളിക്കും. മുറിയിലിരുന്നിട്ട് മൊബൈലിലൂടെ പ്രാർത്ഥനയ്ക്കോ ഒരു കാര്യത്തിന് ഇറങ്ങില്ല, ഭക്ഷണം കഴിക്കാൻ മാത്രം ഇറങ്ങി വരും. ഇവൻ കോളേജിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മുറി പൂട്ടിയിട്ട് പോകും. അപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ മുറി പൂട്ടണ്ട, നീ എന്തിനാ മുറി പൂട്ടുന്നത്? കാരണം നമുക്ക് പുറത്തേക്കുള്ള വാതിൽ നമ്മൾ പൂട്ടുന്നുണ്ട്. പക്ഷേ ഇവന് അതൊന്നും സുരക്ഷിതമില്ല. ഇവൻ പോകുമ്പോൾ ഇവൻ്റെ മുറി പൂട്ടിയിട്ട് പോകും. അപ്പൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവൻ പോകുന്ന സമയത്ത് ആശാരീനെ വിളിച്ചിട്ട് ആ പൂട്ടെല്ലാം തല്ലിപ്പൊളിച്ചളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വർഷം അവന്, ഞാൻ ആ പള്ളിയിൽ കുറേ നാൾ താമസിച്ചു സുഖമില്ലാതിരിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അപ്പം പറയാമായിരുന്നു, ഇവന് മുറി കയറി ഞാൻ പൂട്ടിയിരിക്കുക വെച്ചാൽ. അതുകൊണ്ട് എനിക്ക് കലി കയറിയിട്ട് ഒരു ദിവസം ആചാര്യനെ വിളിച്ച് എല്ലാ പൂട്ടും തല്ലിപ്പൊളിച്ച് കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ 28 സപ്ലി ഉണ്ട്. സപ്ലി എന്ന് പറഞ്ഞാൽ തോറ്റതാണ്. പിള്ളേർ പുതിയ വേടുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് അപ്പൻ എൻജിനീയർ ആയതുകൊണ്ട് 28 സപ്ലി എന്ന് പറഞ്ഞപ്പോൾ അപ്പന് മനസ്സിലായി എന്താണ് 28 തോറ്റേക്കാൻ. ഈ വർഷം 5 കണ്ടുണ്ട്. 28 ഈ 5 കൂടി എഴുതിയാലാണ്, അപ്പോൾ 31 പരീക്ഷ എഴുതിയാലാണ് ഇവൻ കയറിപ്പോരുള്ളൂ. ഹല്ലേലൂയ. 2 മക്കളുള്ളൂ. 2 മക്കൾ എൻജിനീയറിംഗ് പഠിക്കാൻ. അപ്പോൾ മൂത്തവനാണ്. ഇവനെന്താ വെച്ചാൽ ഇവൻ മുറി കയറിയിരുന്നിട്ട് ഈ ലാപ്ടോപ്പും ഈ മൊബൈലൊക്കെ ഉപയോഗിച്ച് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ എല്ലാത്തിനും തോൽവി. ഒറ്റെണ്ണത്തിനും ജയിക്കില്ല. ഇതേവരെ ഒറ്റെണ്ണം ജയിച്ചിട്ടില്ല. കാരണം ഇവൻ കൃത്യമായിട്ട് ഫീസ് മേടിക്കേണ്ടത്, ഇഷ്ടമായ പൈസ മേടിക്കേണ്ടത്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ പൈസ കൊടുക്കാമല്ലേ, നിങ്ങളൊരു കാര്യം എന്താ ചെയ്യണ്ടേ? കൊടുക്കാതിരിക്കാമല്ലോ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പൈസ കൊടുത്തില്ലെങ്കിൽ ആ പിള്ളേർ നോക്കി നോളാം. പഴയ കാലത്താണെങ്കിൽ അപ്പനും അമ്മയെന്ന് പറഞ്ഞ് മാറി നിൽക്കും. ഇപ്പം അവർ അവകാശം പറഞ്ഞു വരും. അവർ ചിലപ്പോൾ കഴുത്തിനോ കൈക്കൊക്കെ കയറി പിടിച്ചത് വരും. ഹല്ലേലൂയ. ഒരു വീട്ടിൽ അപ്പൻ കാശ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തതെന്ന് അറിയാമോ? എന്താ ചെയ്തേ? ഉണ്ടായതാണ് ഇവിടെ ഈ ടൗണിൽ ചന്ദ്രനഗർ ഈ മാങ്കാവ് ഭാഗത്ത് ജനലിൻ്റെ എല്ലാ ചില്ലും തല്ലി പൊടിച്ചു.
എല്ലാ ചില്ലും പൊട്ടിക്കുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ അയൽവക്കക്കാർ പോലീസിനെ വിളിച്ചു. പോലീസുകാർ വന്നു. എന്താണെന്ന് ചോദിച്ചു ഇവനോട്. ഇവനെ ചോദിച്ചിട്ടൊക്കെ ഇവൻ്റെ കൈയും കാലും അവർ കയറെടുത്ത് കെട്ടിയിട്ട് കൊടുത്തു. അവർ പറഞ്ഞു ഇത് സാധാ സാധനമല്ല ഇവൻ്റെ ഉള്ളിലുള്ളത്. ഇവൻ്റെ ഉള്ളിൽ ഏതോ പിശാചായിരിക്കുന്നത്. ഞങ്ങൾക്കൊരു കള്ളനോ അല്ലെങ്കിൽ തെമ്മാടിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അല്ലേ ലിയ? അതുകൊണ്ട് പിള്ളേരോട് ഇപ്പോൾ പറയുന്ന അതിന് ബദലൊരു കാര്യമാണ് ഈശോ പറഞ്ഞത്. എന്താണോ? മകനെ ഓർത്ത് കരയുക, മകളെ ഓർത്ത് കരയുക, നിൻ്റെ സുഹൃത്തിനെ ഓർത്ത് കരയുക. അല്ലേരിയാം? കരയാതെ ഈ കാലഘട്ടത്തിൽ മക്കൾ മാനസാന്തരപ്പെടില്ല. കരയുമ്പോൾ നിങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ പിള്ളേരുണ്ടാവില്ല, നിങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ നിങ്ങളുടെ സഹോദരങ്ങളുണ്ടാവില്ല. നിങ്ങളുടെ കരച്ചിൽ ആരെ കേൾക്കുന്നത്? ദൈവം കേൾക്കും. അതുകൊണ്ട് പ്രകാരം പറയാണ്, നിന്നിൽ നിന്നും ഒരു പരിപൂർണ സമർപ്പണം ദൈവം ആവശ്യപ്പെടുന്നു. എൻ്റെ പ്രത്യേകമായ കരുതലിലേക്ക് നിൻ്റെ ഹൃദയത്തെ ഭരമേൽക്കണം. എന്നിട്ട് നീ എങ്ങനെ ചെയ്യണം? പ്രാർത്ഥന വെള്ളം പോലെയാണ്. നിൻ്റെ ആത്മാവിനെ കൂടുതൽ മനോഹരമാക്കാൻ അത് സഹായിക്കുന്നു. വർത്താനമല്ല സഹായിക്കുന്നത് മനോഹരമാക്കാൻ. പക്ഷേ ഒരു വ്യക്തിയുടെ ദൈവവുമായിട്ടുള്ള സൗഹൃദം മൂലം അവൻ്റെ പ്രാർത്ഥന കൂടുതലാകുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ മനോഹരമാക്കി മാറ്റുന്നു. അല്ലേരിയാം? എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൻ ഈശോ മിശിഹ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളീ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ നോക്കുന്നതും ലാപ്ടോപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നതും ടി വിയുടെ മുമ്പിലിരിക്കുന്നതും. ചേച്ചിമാരാണെങ്കിൽ തൊട്ടടുത്തുള്ള എല്ലാ ചേച്ചിമാരെയും വിളിച്ചു കൂട്ടി നമ്മുടെ ബ്രിട്ടീഷുകാർ വട്ടമേശ സമ്മേളനം നടത്തിയത് സഭയെല്ലാം നടത്തിവിട്ടെ. അല്ലേലിയ? അതുകൊണ്ട് പറയാം, നിൻ്റെ ആത്മാവിനെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വീണ്ടും പറയാം, നിന്നെ കൂടുതലായി തന്നോട് അടുപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഒപ്പം പ്രത്യേകമായി കൃപകൾ നിനക്ക് നൽകുകയും ചെയ്തു. എൻ്റെ കുഞ്ഞെ, കുഞ്ഞായി തന്നെ ഇരിക്കുക. നീ വലുതാകണ്ട. കാരണം എന്താ? വലുതായി കഴിഞ്ഞാൽ കർത്താവിൽ നിന്നും അകന്നു പോകും. നീ കുഞ്ഞായി തന്നെ ഇരിക്കുക. എൻ്റെ കുഞ്ഞെ, കുഞ്ഞായി തന്നെ ഇരിക്കുക. ഈ ലോകം നിന്നെ ഉപേക്ഷിച്ചാൽ പോലും നിനക്കൊന്നും സംഭവിക്കില്ല. അല്ലേലിയ? 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 ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ സ്വന്തമായി താലോലിക്കുന്നു. വീണ്ടും പറയാം, എൻ്റെ അരിമയെ കുഞ്ഞെ, ഞാൻ നിന്നിൽ അതീവ സന്തുഷ്ടയാണ്. പരിശുദ്ധ അമ്മ എന്താണ്? നിനക്ക് ആനന്ദത്തെ പൂക്കൾ കൊണ്ടുവരുന്നു. ഞാൻ അതെൻ്റെ മകന് നൽകുന്നു. അല്ലേലിയ? പ്രാർത്ഥന. നമുക്ക് പെട്രോൾ ഉണ്ടെങ്കിലാണ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഡീസൽ ഉണ്ടെങ്കിലാണ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആണോ? അത് അല്ലേരിയാം? കറണ്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മിക്സി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറണ്ട് അത്യന്താപേക്ഷിതമാണ്. അല്ലേരിയാം? അല്ലേരിയാം? നമ്മൾ ജനറേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പെട്രോളോ ഡീസലോ വേണം, അല്ലേ? വീട്ടിൽ ഗ്യാസ് ഉപയോഗിച്ചാലാണ് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേരിയാം? അല്ലെങ്കിൽ CNG ഉപയോഗിച്ചാൽ വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾ പല വിധത്തിൽ. എല്ലാത്തിനും ഊർജം ആവശ്യമാണ്. ദൈവം പറയുന്ന ഊർജം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിക്ക് നിലനിൽക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കാത്തൊരു കുടുംബം വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്ത് ആരാണെന്നറിയുമോ? ഹെറോദിസിൻ്റെ കുടുംബം. വലിയ ശക്തരായിരുന്നു, ഒരു പ്രബലരായിരുന്നു. ഹെറോദിസിൻ്റെ മക്കളിൽ അർക്കാലോസ് എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ കുടുംബം 65 കുടുംബം ഒന്നുമില്ലാതായി. ഇന്ന് ജെറുസലേമിലോ ആ പ്രദേശത്തോ ഈ ഹെറോദിസിൻ്റെ കുടുംബമില്ല. കാരണം എന്താ? അവർക്ക് ബലാത്കാരമാണ്. എന്താ പറഞ്ഞാൽ അവർക്ക് നിയമങ്ങളല്ല, ദൈവത്തെ അല്ല അവർ ആരാധിക്കുന്നത്. അവർക്ക് മർക്കത മുഷ്ടിയാണ്. നാട്ടിലേക്ക് 4 പിള്ളേരുണ്ടെങ്കിൽ അവർ നാട് ഭരിക്കുന്നവരാണ്, അല്ലെ? 4-5 ആൺപിള്ളേരുണ്ടെങ്കിൽ അവരായിരിക്കും നാട് ഭരിക്കുന്നത്. അല്ലേ? കഴിഞ്ഞ ദിവസം ചേട്ടൻ എൻ്റെ അടുത്ത് സങ്കടം വന്നു പറഞ്ഞു. എനിക്ക് സഹിച്ചില്ല. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ആ ചേട്ടൻ്റെ അപ്പൻ വീട് സ്ഥലം പങ്കുവയ്ക്കുന്നമേ ചേട്ടന് വലിയ ബുദ്ധിയായിരുന്നു. ചേട്ടൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, എടാ നമുക്ക് ഒന്നിച്ച് എൻ്റെ പേരിൽ വയ്ക്കാം. എൻ്റെ പേരിൽ വെച്ച് കഴിയുമ്പോൾ നമുക്കിത് റബ്ബർ ബോർഡിൻ്റെ സഹായം നേടാം. റബ്ബർ ബോർഡിന് കൊടുത്തു കഴിഞ്ഞാൽ വളം കിട്ടും, അതുപോലെ തന്നെ പണിയാൻ വരും, അങ്ങനെയൊക്കെയും കിട്ടും. അല്ലേലിയാം? അതുകൊണ്ട് അപ്പനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്. അപ്പം പറഞ്ഞു, ചേട്ടൻ അല്പം വക്രപുഷ്ടി ഉള്ളവനാണ്, നീ ശ്രദ്ധിക്കണം.
അനിയന് ഒരു പാവാണ്, അതിന് അധികം ഈ വക്രതകളൊന്നും അറിയില്ല. ഹല്ലേലൂയ. വക്രതകൾ അറിയില്ലാത്തതുകൊണ്ട് അനിയൻ ഇങ്ങനെ അപ്പം പറഞ്ഞു കൊടുത്തു, ചേട്ടൻ നീ വിചാരിക്കുന്ന പോലെയല്ല. ഹല്ലേലൂയ. അവൻ ആരാണ്? അവൻ കായേലാണ്, നീ ആബേലാണ്. അപ്പം എന്ത് ചെയ്തു? ഈ പയ്യൻ പറഞ്ഞു, അല്ലപ്പാ ചേട്ടനല്ലേ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതല്ലേ, ചേട്ടൻ എന്നെ സഹായം. എങ്ങനെ ഇതുണ്ടായെന്ന് വെച്ചാൽ അപ്പം പറഞ്ഞു, നീ ഇത് ഇവന് കൊടുക്കണോട്ടെ, പകുതി വീതം ഇവന് കൊടുക്കണം. പിന്നെ ഒരു 2.5-3 ഏക്കർ സ്ഥലം ഈ ചേട്ടൻ്റെ പേരിൽ എഴുതി കൊടുത്തു. ചേട്ടൻ്റെ പേരിൽ എഴുതി കൊടുത്തിട്ട് പിന്നീട് അതിൽ നിന്ന് 1 സെൻറ്റ് പോലും അനിയന് കൊടുത്തില്ല. അപ്പം മരിച്ചുപോയി. കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ അനിയൻ പറഞ്ഞു, എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ചേട്ടാ, എൻ്റെ വീതം തിരിച്ചു തരുമെന്ന് ചോദിച്ചു. വീതം തിരിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, അയ്യോടാ നിനക്ക് വീതമൊന്നും തന്നില്ലേ അപ്പൻ? അയ്യോ നിനക്ക് അപ്പം തന്നെ പറ്റിച്ചില്ലേ? അത് കഷ്ടമായി പോട്ടോ എന്ന് പറഞ്ഞു. ഇതെൻ്റെ വീതമാണ്, ഇത് എനിക്കുള്ളതാണ്. അപ്പം ഇവൻ പറഞ്ഞ, ചേട്ടാ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ്, എന്നോടൊന്നും അപ്പൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ, എന്നോട് പറഞ്ഞത് നിൻ്റെ വീതമാണ്, 2.5-3 ഏക്കർ നീ എടുത്തോളാൻ പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ആധാരം ചെന്ന്. ചേട്ടൻ പെട്ടി പോയിട്ട് ആധാരം എടുത്തുകൊണ്ടെന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇത് വായിച്ചു നോക്കിയേ, ഇതിലെന്താ എഴുതിയെന്ന് വെച്ച് ഇതിലെഴുതിയപ്പോൾ ഇത് നിൻ്റെ അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. വീതം എന്നല്ല എഴുതിയിരിക്കുന്നത്, നിനക്ക് വിലയ്ക്ക് വാങ്ങുന്നത് പോലെയാണ് അപ്പൻ എഴുതുക. അതെങ്ങനെയാണെന്ന് ഇവനോട് ചോദിച്ചപ്പോൾ പറയാം, ഈ ചേട്ടൻ എന്ത് ചെയ്തു? എഴുത്തുകാരൻ്റെ അടുത്ത് നിന്ന് എഴുത്തുകാരനെ സ്വാധീനിച്ചു. എന്തെല്ലാം. അപ്പം ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ പള്ളി പോകുന്നു? അച്ഛാ പള്ളിയുടെ ഓളിന്ന ആളാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛന്മാർ വിളിച്ച് എനിക്ക് അത്ഭുതം തോന്നി. കാരണം പള്ളിയിലെ കൈക്കാരനാണ്, കൗൺസിൽ മെമ്പറാണ്, 1 വർഷം മാറി അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ചേട്ടന് അനിയന് കൊടുക്കാനുള്ള കൊടുത്തിട്ടില്ല. അത് കഷ്ടപ്പെട്ട് ഒരു വീട് വെക്കാൻ നോക്കിയപ്പോൾ പഴയ വീട് ചോർച്ചാൻ, അമ്മ അസുഖ, പെങ്ങന്മാർ വരുന്നു, പെങ്ങന്മാരെയും പറ്റിച്ചു എല്ലാവരും. ഞാൻ ഓർക്കുക, എന്ത് ക്രിസ്ത്യാനിയാണ്, പള്ളി പോകുന്നതാണ്, കുടത്തിൻ്റെ മീതെ വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. കുടത്തിൻ്റെ മേലെ വെള്ളം ഒഴിച്ചാൽ എന്താവും? കുടത്തിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അവസാനം അവിടുത്തെ അച്ഛൻ ഒരു വീട് പണിത് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ഫണ്ടിങ് ഏജൻസിനെ പിടിച്ചു. ആ ഫണ്ടിങ് അപ്പോൾ ഇവരോട് പറഞ്ഞു, ഒരു 5 സെൻറ്റ് കൊടുക്ക്. അവസാനം ഒരു ദാനം കൊടുക്കുന്ന പോലെ 5 സെൻറ്റ് കൊടുത്തു. 5 സെൻറ്റ് കൊടുത്ത് പണിത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് എന്തോ കയറാനായിട്ട് എന്തോ ഒരു വഴി വേണം. അപ്പോൾ ഈ പയ്യൻ്റെ വണ്ടി കൊണ്ടാകാൻ വഴി വേണം. വണ്ടിയൊന്നും കൊണ്ടാകാൻ പറ്റില്ല. അതിനൊരു ആ സ്ഥലത്തിലെ ഏറ്റവും മോശമായ സ്ഥലത്ത് 5 സെൻറ്റ് കൊടുത്തു. ആ മനുഷ്യനെ, ഈ മനുഷ്യൻ ചത്ത സ്വർഗത്തിൽ പോവോ? പിന്നെ എവിടെ പോണേ? പള്ളിയിൽ ഓളിന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ, അച്ഛൻ വിളിച്ച് സംസാരിക്കും. അച്ഛനല്ല, മെത്രാനല്ല, പുതിയ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ പോലും കൊടുക്കും. അപ്പം മാർപ്പാപ്പ വന്നതിന് ശേഷമാണല്ലോ അല്ലിരിക്കാം. കാരണം എന്താ? ധനത്തോടുള്ള ആസക്തി അവനിലുണ്ട്. ഇത് കഴിഞ്ഞ് ചേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ പറയാം, മക്കൾ കെട്ടി കല്യാണം കഴിച്ചു, അതിൻ്റെ പിള്ളേർക്ക് അസുഖം വന്നിരിക്കുക, ആ കൊച്ചിനെ ചികിത്സിക്കാൻ വേണ്ടി പൈസ സമ്പാദിക്കാൻ വേണ്ടി അവൻ്റെ വീതം കൊടുക്കാൻ പറഞ്ഞാലും പോലും കൊടുക്കില്ല. അല്ലേലിയാം. ഇവനെ പള്ളിയിലല്ല കയറ്റേണ്ടത്, ഇവനെ കൈക്കാരനല്ല ആക്കേണ്ടത്, പാരിഷ് കൗൺസിൽ മെമ്പറല്ല ആക്കേണ്ടത്, യൂണിറ്റ് ഭാരവാഹിയല്ല ആക്കേണ്ടത്, അല്ലെങ്കിൽ യൂണിറ്റുകളുടെ കോർഡിനേറ്റർ അല്ല ആക്കേണ്ടത്, വല്ല പാതാളത്തിൻ്റെയോ വല്ല ശുദ്ധീകരണ സ്ഥലത്തിൻ്റെയോ ആളാക്കണം. അല്ലേലിയ. കാരണം എന്താ? കയ്യിലിരിപ്പ് വേറെയാണ്. മനസ്സിലേക്ക് കയറണമെങ്കിൽ അത് ഹൃദയം കഠിനമാണ്. അങ്ങനെയുള്ള ഹൃദയം കഠിനമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ പ്രാർത്ഥന. അപ്പോൾ ഈ സഹോദരൻ എന്നോട് ചോദിക്കുക, ഈ മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലേലിയ. സ്നേഹമുള്ളവരെ, കഠിന ഹൃദയരുണ്ട്, പാറ പോലെ ഇരിക്കുന്ന ഹൃദയരുണ്ട്. അല്ലേലിയ. നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? തലയാട്ടുണ്ട് ഇഷ്ടപോലെ. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയില്ലാതെ ഈ വസ്തുക്കളൊന്നും ഉടയില്ല. അല്ലേലിയ. നമ്മളിങ്ങനെ പറയുന്നില്ലേ, എന്താ? വചനം പാറയെ തകർക്കുന്ന കൂടമാണ്. വചനം പാറയെ തകർക്കുന്ന കൂടമാണ്. അല്ലേലിയ. വചനം വന്ന് അവൻ്റെ ഹൃദയത്തിലേക്ക് കയറി പൊളിച്ച് കളയണം. ഹൃദയമല്ല പൊളിക്കേണ്ടത്, മാനസാന്തരം. അല്ലേലിയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം.
നൊന്ത് പ്രാർത്ഥിക്കണം, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം എന്താ? ആ നിലവിളി കർത്താവ് കേൾക്കും, ആ കരച്ചിൽ കർത്താവ് കാണും. ഹല്ലേലൂയ. അല്ലാതെ ഒരു നിലവിളിയോ കരച്ചിലോ ഈ കാലഘട്ടത്തിൽ കേൾക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച സമയത്ത് ഒരു സഹോദരി UK നിന്ന് എന്നെ അറിയിച്ച ഒരു സന്ദേശമാണ്. മാർപ്പാപ്പയുടെ നമ്മളിവിടെ ഇരുന്ന് പത്രം വായിക്കുന്നത് പോലെയോ നമ്മളിവിടെ നിന്ന് TV കാണുന്ന പോലെയോ അവർ TV കാണാൻ സമയമില്ല. കാരണം എന്നാൽ അവർ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജോലി ചെയ്തില്ലെങ്കിലും ജീവിക്കാം. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞാൽ എന്തെങ്കിലും വകുപ്പ് ആരെങ്കിലും തരും. മലയാളികൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നടന്നു പോകുമ്പോൾ നാൽക്കവലയിലേക്ക് ഗ്രൂപ്പുകൾ ഇരിപ്പുണ്ടാവും അല്ലേ? ചേട്ടന്മാർ, കുറേ ചേട്ടന്മാർ ഈ എന്താ കനാൽമയും അല്ലെങ്കിൽ വണ്ടിമയും മതൽമയ്ക്കും കയറിയിരിക്കും. ഹല്ലേലൂയ. അതൊരു ഊര് മൂപ്പരാണ്, നാട്ടിലെ ഊര് മൂപ്പര. ഈ സഹോദരി ഈ മാർപ്പാപ്പയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു വലിയ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുന്നത് ഏതാണെന്ന് വെച്ചാൽ റോമിൽ മാർപ്പാപ്പ കിടക്കുന്ന, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ കിടക്കുന്ന സ്ഥലത്ത് ഈ ചെന്ന് ബോഡി കാണാം. ബോഡി കണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാർപ്പാപ്പ പെട്ടെന്ന് കണ്ണു തുറന്നു. ആരെ നോക്കിയിട്ട്? ഈ ചേച്ചീനെ, ഈ ജിമ്മി എന്ന് പറയുന്ന ചേച്ചീനെ നോക്കിയിട്ട് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ നീ ലോക സമാധാനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ലോക സമാധാനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് കണ്ണടച്ചു. കണ്ണടച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ തിക്കും തിരക്കും കാണാം. അങ്ങനെ മാർപ്പാപ്പയെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളെ കൂടിയിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടോ? മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 1 ലക്ഷം 2 ലക്ഷം ആൾക്കാരാണ് അത് കാണാൻ വന്നത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് അത് കൂടുതൽ ആളുകളുണ്ട്. ഹല്ലേലൂയ. കാരണം ഇപ്പോഴത്തെ മാർപ്പാപ്പ 2-3 തവണ ആലുവയിൽ വന്നിട്ട് അഗസ്റ്റീൻ ആശ്രമത്തിൽ വന്നുപോയ ഒരു ഇതിയാണ്. 2023 കർദിനാളാകുന്നത്, 2014 ബിഷപ്പാകുന്നത്, 1985 മെത്രാപ്പട്ടത്ത് നിൽക്കുന്നത്, 1955 ജനിച്ചത്. ആ വ്യക്തി കടന്നു വന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് സഭയെ ഭരിക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ആ കർദിനാൾ സംഘത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആ കർദിനാളിനെ കാണിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് ചിരിച്ചുകൊണ്ട് നടക്കുന്ന എന്ന് പറയാം. നമ്മുടെ ഇവിടെയൊക്കെ ആരാണെങ്കിൽ ഇടവകയിൽ ഒരു കൈക്കാരനെ തിരഞ്ഞെടുക്കുന്ന ആരാണെന്നെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ തന്നെ കാര്യങ്ങൾ അറിയാം. നമ്മുടെ സഭയിൽ പോലാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് മുമ്പേ അറിയാം. പക്ഷേ ആ ഇലക്ഷൻ്റെ സമയത്ത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന 10, 3, 4 അല്ലെങ്കിൽ 9 കർദിനാൾമാരുടെ ആ കർദിനാൾ സംഘത്തിൽ പെടാത്ത ഒരാളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. പരിശുദ്ധാത്മാവ് തോന്നി. ഹല്ലേലൂയ. അല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ പറയാണ്. ഈ ചേച്ചി പറഞ്ഞു ഇങ്ങനെ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് മാർപ്പാപ്പ പറയാണ്, സിസ്കാർഡിനെ വിളിച്ചിട്ട് ആ പോയ സഹോദരിയെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ സിസ്കാർഡ് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ അംഗരക്ഷകരാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മാർപ്പാപ്പയുടെ അംഗരക്ഷകരാണ്. രണ്ടാമത്തതാണ് ഇറ്റാലിയൻ അല്ലെങ്കിൽ റോമൻ പോലീസ്. നിങ്ങൾ ഇന്നലെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ആദ്യം അവരുടെ ചുമന്ന മഞ്ഞ ഡ്രസ്സിട്ട് സിസ്വൈൻ ഗാർഡ്സ് അങ്ങോട്ട് പോയി. അതിനുശേഷം നീല ഇട്ടത് പോയി. അതിൻ്റെ പറയിൽ നിന്നാൽ നീലയും കറുപ്പിട്ട ഇറ്റാലിയൻ പോലീസ് കയറിപ്പോയി. അവരെല്ലാം നിരന്നതിന് ശേഷം മാത്രമാണ് ആ പ്രോഗ്രാം തുടങ്ങിയുള്ളൂ. അപ്പോൾ സിസ്കാർഡ് വന്നിട്ട് ഈ ചേച്ചിനെ വിളിച്ചിട്ട് മാർപ്പാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, കാലം ചെയ്ത മാർപ്പാപ്പയാണ്, മരിച്ചെന്നല്ല നമ്മൾ പറഞ്ഞു, കാലം ചെയ്ത ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും ഈ സ്ത്രീയോട് പറയാണ്, മോളെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എന്താണെന്നറിയുമോ, ലോക സമാധാനത്തിന് നീ വേണ്ടി പ്രാർത്ഥിക്കണം, യുദ്ധങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇവളോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് മാർപ്പാപ്പ കൈ ഉയർത്തി ഇവളെ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് മാർപ്പാപ്പ വീണ്ടും കണ്ണടച്ചു. എന്നിട്ട് ഈ സഹോദരി ഇങ്ങനെ നടന്നു പോവുക. അത് കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ, ദൈവമേ ഞാനിപ്പോൾ എവിടെയാണ്? റോമിലാണ്. അപ്പോൾ ഈ സഹോദരിക്ക് ഒരു സംശയം, ഇതൊരു സന്ദേശമാണോ എൻ്റെ സ്വപ്നമാണോ? അപ്പോൾ ഈ സ്ത്രീ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. ആദ്യം എനിക്ക് കേട്ടപ്പോൾ ഒരു ഇതും തോന്നിയില്ല, ഈ ചേച്ചി കിടന്നുറയുമ്പോൾ ഉണ്ടായ സ്വപ്നമാണെന്ന്. പിന്നീട് ഞാൻ മാർപ്പാപ്പയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മാർപ്പാപ്പ എവിടെ യുദ്ധം ഉണ്ടായാലും അപ്പം ആ യുദ്ധത്തിനെതിരെ പ്രതികരിക്കും. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഹമാസിനെ വിളിച്ചു പോലും
മാർപ്പാപ്പ യുദ്ധം ചെയ്യരുതെന്ന് പറഞ്ഞു. ഇസ്രായേലിനോടും പറഞ്ഞു അല്ലേ, ഇസ്രായേലിലെ പ്രധാന മന്ത്രിയെ വിളിച്ച് പറഞ്ഞു. റഷ്യയും ഉക്രൈനും സമരം തുടങ്ങിയപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു ചെയ്യരുതെന്ന്. ഈ മാർപ്പാപ്പ 2014 ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം ഇതാണ്: ഉക്രൈനിലുള്ള മഠങ്ങളിലെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തുക. ഞാൻ 1-2 തവണ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ യുക്രൈനിൽ യുദ്ധം വരുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് വലിയൊരു തീഷ്ണത വന്നിട്ട് മാർപ്പാപ്പ പറയാണ്, ഈ ഉക്രൈനിലുള്ള ഈ അടുപ്പുകളെല്ലാം നന്നായിട്ട് കത്തിക്കിട്ടേന്ന് പറയണേ. എന്താണ്? പരിശുദ്ധാത്മാവ് ആകുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഉയരട്ടെ. ഇല്ലെങ്കിൽ മാർപ്പാപ്പ പറഞ്ഞേക്കാരാണ്, ഈ ദേശത്തേക്ക് ഇതാ ഒരു അഗ്നി കടന്നു വരുന്നു, ഒരു അപകടം കടന്നു വരുന്നു. 2010 ശാലോം മാസിക അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം, അത് ഞാൻ വായിച്ചത് മനസ്സിൽ വന്നു. പിന്നീട് മാർപ്പാപ്പ യുദ്ധങ്ങൾ വന്ന സമയത്ത് ഈ ലോക രാഷ്ട്രങ്ങളോട് പറഞ്ഞതെല്ലാം എൻ്റെ ഓർമ്മയിൽ വന്നു. അപ്പം എന്താ, ഈ സ്വപ്നവും ആ പഴയ ലേഖനവും യുദ്ധം വന്ന സമയത്തുള്ള ഈ അവരോട് ഓരോ രാജ്യത്തോട് പറയുന്നതും, അമേരിക്കൻ ട്രംപിനെ വിളിച്ച് പറഞ്ഞു. ട്രംപ് എന്ത് ചെയ്തു? ആ ദേശത്ത് വന്ന കുടിയേറ്റക്കാരെയൊക്കെ ഒഴിവാക്കിയപ്പോൾ മാർപ്പാപ്പ ചെയ്യരുതെന്ന് പറഞ്ഞു. അല്ലെല്ലാം ഈ റോമിലേക്ക് കടന്നു വന്ന ഈ വിദേശികൾക്ക് അല്ലെങ്കിൽ ഈ അഭയാർത്ഥികൾക്ക് മാർപ്പാപ്പ അഭയം കൊടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലേക്കും വരാം. അപ്പോൾ മാർപ്പാപ്പയുടെ വലിയൊരു ഇൻറ്റൻഷനായിരുന്നു ലോകസമാധാനം. ലോകസമാധാനം. പ്രാർത്ഥന ഉയർത്താതെ ഒരു രാജ്യത്തിന് ലോകസമാധാനം ഉണ്ടാവില്ല. അല്ലല്ല, ലോകസമാധാനം അല്ലല്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആൾക്കാർക്ക് താല്പര്യമില്ല, പക്ഷേ വർത്തമാനം പറയാൻ പറഞ്ഞാൽ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ ഒരു വർത്തമാനം പറയാൻ ഈ തുറന്നു കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അല്ലല്ല, നിങ്ങളത് വൈകിട്ട് വന്ന് നോക്ക്, ഇവിടെ ഒരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. വെറുതെ കിടന്ന സ്ഥലമാണ്, കണ്ടിട്ടുണ്ടോ? ഇത് ഇവിടെ തൊട്ടപ്പുറത്ത് വെറുതെ കിടന്ന സ്ഥലമാണ്. അത് മുനിസിപ്പാലിറ്റി കുറേ ലൈറ്റും കുറേ ബെഞ്ചൊക്കെ ഇട്ട് രാത്രി 9:30-10 മണിയായാലും തിരക്ക് കുറയുന്നില്ല. ഇന്നലെ ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ 8:15 തിരക്ക് കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം 9 മണിക്ക് പോകുമ്പോഴും അവിടെ തിരക്ക് കുറഞ്ഞില്ല. അപ്പോഴും ജനം ഉണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് നിറച്ച് വണ്ടിയാണ്. വേണ്ട, മുനിസിപ്പാലിറ്റി പറയുകയാണ് ഇത് പ്രാർത്ഥനയുടെ സ്ഥലമായിട്ട് നാളെ പ്രഖ്യാപിക്കുകയാണ്. കുതിര ഉണ്ടെങ്കിൽ കഴുത ഉണ്ടെങ്കിലും പോവും. കഴുതയും കുതിരയാണ് അത് കഴുതയുടെ പുറത്ത് കയറിയത്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആത്മീയ മേഖലയോട് വലിയൊരു വരൾച്ചയുടെ കാലഘട്ടമാണിത്. ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം ആദ്യത്തെ ഒരു തള്ളില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇതൊരു വലിയ നാശത്തിലേക്ക് പോകും, വലിയൊരു അപകടത്തിലേക്ക് പോകും. അല്ലേ? കാരണം എന്താ, ഈ മനുഷ്യന്മാർ പ്രാർത്ഥിക്കാതെ ഇരുന്നിരുന്ന് നമ്മൾ ഈ ശരീരത്തിൽ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ? എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എന്താ ഫിസിയോതെറാപ്പി ചെയ്യാൻ കൊണ്ടുവരും. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് പറയുമ്പോൾ, നമ്മുടെ കൈയും കാലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഫിസിയോതെറാപ്പി. ആദ്യം ഇത് ആയുർവേദത്തിലാണ്. ആയുർവേദത്തിൽ അതിനെന്താണെന്ന് തിരുമ്മലാണ്. മർമ്മത്ത് നോക്കി തിരുമുക. അല്ലേലിയ. ഞാൻ 2014 വരെ തിരുമാൻ പോയിട്ടുണ്ട്. 2014 ഞാൻ തിരുമ്പ് കണ്ടുപിടിച്ചു. ഒരു തിരുമ്പ്, നല്ലൊരു തിരുമ്പ് കണ്ടുപിടിച്ചു. അതെവിടെ തുടങ്ങിയെന്ന് വെച്ചാൽ 2014 ജൂൺ മാസം 2nd സാറ്റർഡേ മാങ്കാവ് പള്ളിയിലാണ് തുടങ്ങി. നിത്യസഹായ മാതാവ് പള്ളിയിലാണ് തുടങ്ങി. അന്ന് 245 ആൾ തിരുമാനായി. ഓർമ്മയുള്ളവരുണ്ടോ അല്ലേ? 245 ആൾ തിരുമാനായി. ആ തിരുമല ഏതാണെന്ന് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള. അതിനുശേഷം ഞാൻ ഒരു തിരുമലിനും പോയിട്ടില്ല. അല്ലേലിയ. ഇപ്പം എന്താ ചില നല്ലത് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പം സ്പാ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സ്പാ എന്ന് പറഞ്ഞ പിള്ളേർ അപ്പോൾ സ്പാക്ക് കാശ് ചോദിച്ചാൽ കൊടുക്കരുത്. സ്പാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിങ്ങളത് ആ ആലത്തൂരിൽ നിന്ന് അങ്ങോട്ട് പോരുമ്പോൾ വലിയൊരു ഹോട്ടലിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആലത്തൂർ ആ പാലം പണിയുന്നതിൻ്റെ കുഴൽമന്നത്ത് വലിയ ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ എന്തെന്ന് സ്പാ ഉണ്ട്. അല്ലെങ്കിൽ ആയുർവേദ ആസ്പത്രികളിലെല്ലാം ഫ്രീ ആയിട്ട് കിടക്കാം.
ഇപ്പോൾ ഹോട്ടലിലെ സ്പായൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലേലിയ ഞാൻ ഈ ബലിവേദിയാണ്, ഇത് പറയാനും പറ്റുന്ന സ്ഥലമല്ല അല്ലേലിയ. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ആയുർവേദ ആസ്പത്രി ഉണ്ട്. അച്ഛൻ എപ്പോഴും ഫോൺ വരും. അച്ഛൻ ഫോൺ വരുമ്പോൾ ഇങ്ങനെ ഞെരിവെളിയുള്ള എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പറയാം, ഇത് തിരുമലല്ല വേണ്ടത്, സ്പാ വേണം, ക്രോസ് വേണം. അല്ലേലിയ. സ്നേഹമുള്ളവരെ, ഏറ്റവും കൂടുതൽ നമ്മുടെ കൈകാലിന് വ്യായാമം കിട്ടുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയോടെ. അതിനുശേഷം എൻ്റെ നട്ടെല്ല് വേദന ഉണ്ടായിട്ടില്ല. നമ്മുടെ ജോയിൻറ്റുകളിലെല്ലാം നീർക്കെട്ട് വരുമ്പോൾ ചെയ്യുന്ന ഒരു ജോലിയാണ്, ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഇപ്പോൾ അലോപ്പതിയിലും തോന്നി ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ തിരുമ്മൽ അല്ലെങ്കിൽ അതിൻ്റെ ആയുർവേദത്തിൻ്റെ ഡോക്ടർമാർ പറയുന്ന പ്രകാരമാണ് നമ്മൾ ജോയിൻറ്റിൽ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നേരം ശരീരത്തിൽ തിരുമ്മിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും നീർക്കെട്ട് വരില്ല. ശരീരത്തിലെ ജോയിൻറ്റ് പെയിനുകളിൽ ജോയിൻറ്റുകളെല്ലാം നീർക്കെട്ട് വരില്ല. നീർക്കെട്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ശരീരത്തിൻ്റെ അവയവം കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും വരില്ല. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പരിപാടികളും വരുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ഒരു മേഖലയുണ്ട്, പ്രാർത്ഥന. കർത്താവ് വേണ്ട. കാരണം ആഘോഷങ്ങളിലൊന്നും ആഘോഷങ്ങളിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് എങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ബ്രാൻഡി കുപ്പി കാണും. കാരണം അല്ലെങ്കിൽ പിള്ളേരിങ്ങനെ ചീട്ട് കളിക്കുന്നത് ഇങ്ങനെ കാണും. സ്നേഹമുള്ളവരെ, ഞാനത് പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് ആ വചനം ഇഷ്ടപ്പെട്ടു. ഏതാ? സങ്കീർത്തനം 35:14 പറയാ, നിൻ്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ നീ കരയുന്നത് പോലെ നീ കരയണം. അല്ലേലിയ. നിൻ്റെ വീട്ടിൽ നിൻ്റെ സഹോദരൻ, നിൻ്റെ അനിയൻ മരിച്ചു കിടക്കുന്ന പോലെ നീ കരയണം. ഇത്രമാത്രം അർത്ഥമുള്ള ഒരു വചനം ഞാൻ വേറൊരു സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചു പോയിട്ടുള്ളതല്ലേ? കരഞ്ഞില്ലെങ്കിൽ ഈ ലോകം അന്ധകാരത്തിലേക്ക് പോകും. കരഞ്ഞില്ലെങ്കിൽ, കർത്താവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടം വളരെ ഡേഞ്ചറായിട്ട് പോകും. അല്ലേലിയ. ഞാൻ കഴിഞ്ഞ ദിവസം കൗൺസിലിംഗ് കഴിഞ്ഞ് നമ്മൾ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണമെന്ന് ഉറങ്ങിപ്പോവുക. കാരണം എന്താ വെച്ചാൽ ഈ വലിയ വലിയ സാധനങ്ങളെ പൊക്കിക്കിട്ടു തന്നെ. അല്ലേലിയ. നമുക്ക് വലിയ സാധനങ്ങൾ പൊക്കാൻ പറ്റുന്നത് ആ JCB ഹിറ്റാച്ചി ഇവിടെ കൊണ്ടുവന്ന് നോക്കിയായിരുന്നു. അത് പൊക്കിയാലും പൊങ്ങില്ല. കാരണം എന്താ? ഹൃദയത്തിൽ കിടക്കുന്നത് ഇങ്ങനെ പൊക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവനിത് ഒരു വലിയ കാലല്ല. കാരണം ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു കാലഘട്ടത്തിൽ ഈ സ്ഥലത്ത് വിശ്വാസികളുണ്ടാവില്ല. ഞാൻ ഗൗരവമായ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഭയിൽ വിശ്വാസികളുണ്ടാവില്ല. അതുകൊണ്ട് പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾ പള്ളിയിൽ നോക്ക്, ഒരു ധ്യാനം നടത്തി ആളുണ്ടാവില്ല. നിങ്ങളവിടെ ഒരു വലിയ തിരുനാൾ നടത്ത് ആളുണ്ടാവും. ഒരു നല്ലൊരു ഗാനമേള വയ്ക്കി ആളുണ്ടാവും. അടുത്തൊരു കാലഘട്ടം പാപത്തിലേക്ക് പോകും. അടുത്തൊരു കാലം തിന്മയിലേക്ക് പോകും. സാത്താൻ ആ വലിയ വല വിരിച്ചിരിക്കുക. കാരണം ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ടത്. കാരണം പ്രാർത്ഥിക്കാത്ത കുടുംബം ഒരിക്കലും രക്ഷപ്പെടില്ല. പ്രാർത്ഥിക്കാത്തൊരു സമൂഹം വിശുദ്ധി പ്രാപിക്കില്ല. വിദേശ രാജ്യങ്ങളിലെല്ലാം പള്ളികളിൽ എന്തുണ്ടായെന്ന് അറിയാമോ? നിങ്ങൾ കണ്ടിട്ടില്ല? പള്ളിയുടെ പാരിഷ് ഹോളിൽ ബാറാ. വിദേശ രാജ്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് ഇവിടെ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ 1 മണിക്കൂറോ കുർബാന ഉണ്ടെങ്കിൽ അവിടെ എന്താ വെച്ചാൽ 2-2.5 മണിക്കൂറാണ് അവരുടെ ഭക്ഷണം. അല്ലില്ല. മലയാളികളല്ലാത്തതുകൊണ്ട് ലൈറ്റായിട്ട് അവർ കഴിക്കുകയുള്ളൂ. പക്ഷേ അതിവിശ്വാസ സ്ഥലത്ത് ഇത് പാടില്ല. അല്ലേരിയ. വലിയ താമസമില്ലാതെ നമ്മുടെ പള്ളികളിലും ഇത് വരും. അല്ലേരിയ. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ അനുവദിച്ചിട്ടുണ്ട്. എന്താ? കല്യാണ വീടുകളിൽ ബാറ് അനുവദിച്ചിട്ടുണ്ട്. കല്യാണ ദിവസം ഫീസ് അടച്ച് 50,000 അടച്ചു കഴിഞ്ഞാൽ അവിടെ ബാറ് കൊടുക്കും. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ചേച്ചിമാർക്ക് ഗുണമായി. ബിവറേജ് ഓപ്പറേഷൻ്റെ ഡയറക്റ്റ് കണ്ണുകളടക്കി. ഞാൻ പറയുന്നൊരു ഗൗരവമായ കാര്യമാണ്. കാരണം എന്താ? നമ്മുടെ കുടുംബത്തിലെ ഓരോ മക്കളും മദ്യപാനത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് വിശ്വാസം ജീവിക്കുമ്പോൾ വിലപിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ കാരണവന്മാരായിരിക്കും. പല കുടുംബങ്ങളും മക്കൾ അപ്പനും അമ്മയും കൊണ്ടുവന്നു, അച്ഛാ ഇതിനൊന്ന് ശരിയാക്കി തരാം, എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ശരിയാക്കാൻ പറ്റുന്നൊരു സാധനമല്ല. കാരണം എന്താ? അവൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന പാപ സ്വഭാവങ്ങൾ, ദുശീലങ്ങൾ വിട്ടുപോയാലാണ് അവൻ കണ്ണടക്കുക. നിങ്ങളോട് പറയുന്ന, നിങ്ങളെങ്കിലും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദേശത്ത് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്ത്.
കർത്താവേ, നിലവിളിച്ച് കരയാനുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. എൻ്റെ സഹോദരൻ, സഹോദരി, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ മക്കൾ മരിക്കുമ്പോൾ ഞാൻ കരയുന്നത് പോലെ ഓരോ ആത്മാക്കളും നഷ്ടപ്പെടുമ്പോൾ ഓരോ മക്കൾക്കും വേണ്ടി കരയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.